അല്ല ശ്രീ ഹാഷ്മി, ഡീൻ എന്ന് പറയുന്ന നാരായണൻ എന്ന് പറയുന്ന പോഴനും വാഴയുമായ വ്യക്തിയെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈശ്വര ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അയാൾക്കും ഉണ്ടാകുമല്ലോ മക്കൾ. ഞാൻ കൂടുതലൊന്നും ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചിയർ വിത്ത് SFI അല്ല, ഈ നാരായണനും SFI തമ്മിലുള്ള ബന്ധം ചിയേഴ്സ് വിത്ത് SFI ആണ്. അത് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. മറ്റു വിദ്യാർത്ഥികൾ സംസാരിക്കാൻ പുറത്ത് നമ്മളോട് എന്തെങ്കിലും ഒരു വാക്ക് ഇത് SFIക്കാരും അറിയല്ലേ എന്ന് പേടിച്ചരണ്ട് പറയാനെങ്കിലും തയ്യാറാകുന്ന കുട്ടികൾ പറയുന്നുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ചിയർ വിത്ത് SFI അല്ല, ചിയേഴ്സ് വിത്ത് SFI എന്ന് പറയുന്ന ബന്ധമാണ് നാരായണൻ എന്ന് പറയുന്ന ആ മുതുവാഴയും ഈ പറയുന്ന SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന എന്നൊക്കെ അതിനെ വിളിക്കാമോ എന്ന് പോലും എനിക്കറിയില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ എങ്ങനെയാണ് ശ്രീ ഹാഷ്മി ഇങ്ങനെ റാഗിംഗ് പോലെ, റാഗിംഗ് എന്ന് മാത്രം ഇതിനെ പരിമിതപ്പെടുത്താൻ കഴിയുമോ? റാഗിങ്ങിന്റെ പരിധിയിൽ എന്താ ഒന്നുമില്ല, മനസ്സ് പതറരുത്. മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ട വിചാരണയുടെ പരിധിയിൽ, അതുപോലെ തന്നെ സദാചാര ഗുണ്ടായിസം. ഒന്ന് ആലോചിക്കണം, മഹാരാജാസ് കോളേജിൽ യോനിയുടെ ചിത്രം വെച്ചിട്ട് ഞങ്ങൾ പുരോഗമനവാദികളാണെന്ന് വീമ്പ് കൊള്ളുന്ന അതേ സംഘടന ചുംബന സമരത്തിന് ഐക്യദാർഢ്യവുമായി കടന്നുപോയി ഞങ്ങളാണ് പുരോഗമനത്തിന്റെ മൊത്ത കച്ചവടക്കാരെന്ന് പറയുന്ന അതേ സംഘടന വാലന്റൈൻസ് ഡേയിൽ തന്റെ സീനിയറായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ച് നൃത്തം ചെയ്തു എന്നൊരു കുറ്റമായി ആരോപിച്ച് ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി, ഈ അവസരത്തിൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ മഹേഷേ, മൃഗങ്ങളൊക്കെ ചെയ്യില്ല, മാത്രം കഴിയുന്ന രീതിയിൽ ആ ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്തില്ലേ? വേറൊന്നില്ലേ പറയാൻ? ഒന്നുമില്ല.